ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കഴിയുമെങ്കിൽ ആ ദൃശ്യം ഒന്ന് സ്ക്രീനിൽ കാണിക്കണം. PCR ഒരു പെൺകുട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണത്. സീബ്ര ലൈനാണ് ക്രോസ് ചെയ്യുന്നത്. എന്ത് ഭാഗ്യത്തിലാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടതെന്നുള്ളത് നമുക്കിപ്പോഴും അത് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരന്തമില്ല എന്നുള്ളതാണ്. എങ്ങനെയോ ഇടിക്കാതെ രക്ഷപ്പെട്ടിരിക്കുന്നു ആ കൊച്ചു പെൺകുട്ടി. കൃത്യമായി തന്നെ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാനുള്ളതാണ് എന്ന ബോധ്യം ആ പെൺകുട്ടിക്കുണ്ട്. പക്ഷേ ആ ബോധ്യമില്ലാത്തത് ഇത്തരത്തിൽ ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർക്കാണ്. എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു നിയമലംഘനവും ഈ ക്രോസ് ചെയ്യുന്ന കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പക്ഷേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നയാൾ അങ്ങേയറ്റം നിയമലംഘനം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിലൊരു ABCD എന്ന് പറയുന്നത് പോലെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്നുള്ളതിൽ പെട്ട ഒരു കാര്യമാണ് സീബ്ര ലൈൻ എന്തിനു വേണ്ടി ഉള്ളതാണ് എന്നുള്ളത്. അതുപോലും അറിയാത്തവരാണോ നമ്മുടെ നാട്ടിൽ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, വാഹനം ഓടിക്കുന്നത്? താങ്കൾക്കിത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഹലോ, എന്നോടാണോ? അതെ, ശ്രീ ഉപേന്ദ്രൻ നാരായൺ. ഹലോ. യെസ്, നമ്മുടെ നാട്ടിലെ സംഘടിത വർഗമാണ് ഈ പ്രൈവറ്റ് ബസ് ഓൺ ചെയ്യുന്നതും ഡ്രൈവ് ചെയ്യുന്നതും. ആ ബസ് ഡ്രൈവർ ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും ഇതേ സീബ്ര ലൈനിലൂടെ ഇതേ സ്കൂൾ സോണിൽ കൂടെ പോകുന്നതാണ്. അദ്ദേഹത്തിന് അറിയാം സീബ്ര ലൈനുകളിൽ കുട്ടികൾ കടന്നാൽ വാഹനം നിർത്തിക്കൊടുക്കണം, സ്ലോ ചെയ്ത് അവരെ പോകാൻ അനുവദിക്കണം. ഈ അപകടം ഉണ്ടായത് മറ്റൊരുത്തന്റെ കുട്ടിയായതുകൊണ്ട് ആ ഡ്രൈവർക്ക് ഒട്ടും തന്നെ ദുഃഖം ഉണ്ടായില്ല. അതിന്റെ തെളിവാണ് ആ കുട്ടി ആശുപത്രിയിലായിട്ട് പോലും ആ ഡ്രൈവറോ ബസിന്റെ ഉടമസ്ഥനോ അവിടെ പോയി ആ കുട്ടിയെ ഒരു നോക്ക് കണ്ടില്ല. മറിച്ച് ഈ ഡ്രൈവറുടെ മകളാണെങ്കിലോ അല്ലെങ്കിൽ ആ ബസ് ഉടമകളുടെ മകളാണെങ്കിലോ അവരുടെ നെഞ്ചി പിടയ്ക്കും. കാര്യം നമുക്കൊക്കെ കുട്ടികളുണ്ട്. നമ്മളുടെ കുട്ടികൾ എന്ന് പറയാൻ നമ്മൾ പൊന്നുമാതിരി വീട്ടിൽ വളർത്തി സ്കൂളിൽ വിടുന്നത് അവർ അക്ഷരാഭ്യാസം ചെയ്യാൻ വേണ്ടിയാണ്. പൊതുനിരത്തിലെ നിയമങ്ങളുണ്ട്. സീബ്ര വരകൾ എന്ന് പറയുന്നത് കാൽനടക്കാർക്ക് അധികാരമുള്ളതാണ്. അവർക്ക് വേണ്ടിയാണ് സീബ്ര വരകൾ. കാൽനടക്കാര് ഫുട്പാത്തിലൂടെ നടന്ന് സീബ്ര വരൻ മുറിച്ച് കടന്നാണ് പോകേണ്ടത്. ഈ ഫാത്തിമ എന്ന് പറഞ്ഞ പൊന്നോമന കുട്ടി 2 വശവും നോക്കി, ഒരു വശം ക്ലിയറായി, മറുവശം കടക്കുമ്പോഴേക്കും അമിത വേഗത്തിൽ, കാര്യം സ്കൂൾ സോണിലെ 30-35 കിലോമീറ്റർ വേഗതയാണ് രാവിലെയും വൈകിട്ടും പറഞ്ഞിട്ടുള്ളത്. ആ ഡ്രൈവർക്ക് ആ നിയമം അറിയില്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലെ അല്പസ്വല്പം പണക്കൊതി, അതായത് കൂടുതൽ ആൾക്കാരെ കയറ്റാനും അമിത വേഗത്തിൽ പോയി മത്സര ഓട്ടം നടത്തി 10 കാശ് ചില്ലിക്കാശിന് വേണ്ടിയുള്ള ആ മത്സര ഓട്ടത്തിനിടയ്ക്ക് പാവപ്പെട്ട പിഞ്ചു കുഞ്ഞിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവർ വണ്ടി ഓടിക്കാൻ യോഗ്യനല്ല. അവനെ സാധാരണ ശിക്ഷ കൊണ്ടൊന്നും പോരാ. പൊതുവേ നമ്മൾ മലബാർ ഏരിയയിൽ, പ്രത്യേകിച്ചും കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ബസ് റൂട്ട് എന്ന് പറയുന്നത് ആരെയും കൊല്ലാം എന്നുള്ള നിലയിലേക്കാണ് ഡേഞ്ചറസ് ഓവർടേക്ക് ചെയ്യുന്നത്. ആ ഡേഞ്ചറസ് ഓവർടേക്കിൽപ്പെട്ട് ഒരുപാട് ജനങ്ങൾ മരിച്ചിട്ടുണ്ട്. ഇത് ആരോ വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് ആ വിഷ്വൽസ് കാണാൻ പറ്റി. ഈ വിഷ്വൽസ് ഇല്ലാത്ത എത്രയോ സ്ഥലത്ത് ഞാൻ തന്നെ പലപ്പോഴും പോകുന്ന സമയത്ത് രണ്ടും കൽപ്പിച്ച് വേണം അവരുടെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ. എതിരെ വരുന്ന വണ്ടി 2 വരി പാതയാണെങ്കിൽ 3ാമത്തെ ലൈനും കഴിഞ്ഞ് ഫുട്പാത്തും കഴിഞ്ഞ് എതിരെ വരും. ഒരു ദയവുമില്ലാത്ത ഒരു വിഭാഗം ഡ്രൈവർമാർ കോഴിക്കോട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവിടുത്തെ RTOമാരും ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറും അതേമാതിരി കമ്മീഷണർ ഓഫ് പോലീസും അതേപോലെ തന്നെ IGP ബഹുമാനപ്പെട്ട ശ്രീ സേതുരാമൻ സാർ ഇടപെടണം സാർ. കാര്യം ഇത് മനുഷ്യജീവനെ വെല്ലുവിളിച്ചുകൊണ്ടൊരു ബസ്സോട്ടം നമുക്ക് വേണോ? ഇത് സംഘടിതമായ ഒരു ശക്തിയാണ്. ഈ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും. പാവപ്പെട്ട ഫാത്തിമയുടെ ശരീരത്തേറ്റ പരിക്ക് അത് എന്നും നിലനിൽക്കും. കാര്യം റിബ്സിനൊക്കെയാണ് ഇടികേറ്റേക്കുന്നത്. ഇത്രയും വലിയൊരു ബസ് ഒരു പാവപ്പെട്ട കുഞ്ഞിനെ അവൾ നിയമപരമായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ തിരഞ്ഞെടുത്തത് തന്നെ സീബ്ര ലൈനിലൂടെയാണ്. അപ്പോൾ അത് നമ്മുടെ സർക്കാരിൻ്റെയും അതിൻ്റെ ഏജൻസികൾ, എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളായ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ട്രാഫിക് പോലീസും അതേമാതിരി കോർപ്പറേഷൻ ഓഫ് കാലിക്കറ്റ് കോഴിക്കോട് നഗര സഭയും ഇതിന് ഉത്തരവാദിത്തം പറഞ്ഞേ മതിയാവും. ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഇത് ഒരു അത്ഭുതകരമായിട്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടതാണ്. അത് നമ്മൾക്ക് ഒരു ചങ്കിടിപ്പോട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇത് തടയേണ്ടതാണ്.
അതെ, ഇപ്പോൾ ഇവിടെ ഈ നിയമലംഘനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു നിയമലംഘനമല്ല ശ്രീ ഉപേന്ദ്രൻ നാരായൺ ഈ ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ സ്കൂൾ സോണാണ്, അവിടെ കൃത്യമായ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. 30-35 അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ അമിത വേഗത്തിലായിരുന്നു ഈ ബസ് വന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ആ ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തവുമാണ്. കൂടാതെ സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഒന്നിലേറെ നിയമലംഘനം, സ്ഥിരമായി ഇതുവഴി ബസ് ഓടിച്ചുകൊണ്ട് പോകുന്ന ആളായിരിക്കുമല്ലോ ഇദ്ദേഹം. അപ്പോൾ എന്ത് വിലയാണ് അദ്ദേഹം കൊടുക്കുന്നത് കാൽനട യാത്രക്കാർക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്? ഇതൊക്കെ ഒരു വലിയ ചോദ്യമല്ലേ? ആ ബസ് ഡ്രൈവർ പുല്ലുവിലയാണ് റോഡ് ഉപയോഗിക്കുന്ന മറ്റ് സാധാരണക്കാരായ കാൽനടക്കാർക്ക് കൊടുക്കുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ആ വിഷ്വൽസിൽ കൂടെ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അയാളുടെ കുട്ടിയാണ് റോഡ് മുറിച്ച് കടക്കുന്നത് എങ്കിൽ അയാളുടെ നെഞ്ചി പെടയും. ഇത് മറ്റാരുടെയോ കുട്ടികളാണ്, എന്തും ചെയ്യാം എന്നുള്ള ഹുങ്ക് വരുന്നത് എവിടെയാ? അവന് ശിക്ഷ കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എവിടെ കർശനമായ ശിക്ഷയുണ്ടോ അവിടെ അപകടം കുറഞ്ഞിരിക്കും. അല്ലാതെ ഇത്തരം ഒരു കേസ് വന്ന് തേച്ചു മാച്ച് കളയാതെ അവനെതിരെയായിട്ട് IPC 279, 184 അങ്ങനെ ഒരുപാട് സെക്ഷൻസ് നമുക്കുണ്ട്. അവന് ജയിലിൽ അടപ്പിക്കാവുന്ന എല്ലാ നിയമ ലംഘനങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. അതിന് അമാന്തം വിചാരിച്ചുകൂടാ. അതിപ്പോ ഇന്ന് ഒരു ദിവസമായി മാത്രമായിക്കൊള്ളണമെന്നില്ലല്ലോ ഈ നിയമലംഘനം. ശ്രീ ഉപേന്ദ്രൻ നാരായൺ, ഈ ഡ്രൈവർ ചെയ്യുന്നത് ഇന്നത്തെ ഒരു ദിവസത്തെ മാത്രം നിയമലംഘനം എന്ന തരത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ഥിരമായി ഇയാൾ ഇത് തന്നെ ആയിരിക്കണം അല്ലേ? അയാൾ മാത്രമല്ല, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ സ്വകാര്യ ബസ്സുകൾ കേരളത്തിലെ റോഡ് അപകടങ്ങളിലും അപകട മരണനിരക്കുകളിലും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് തടയാൻ പറ്റില്ല എന്നുള്ളത് വളരെ ഏറെ ഗൗരവമായ ഒരു വിഷയമാണ്. ഇത് വിട്ടുകൂടാ. ഇന്നോടുകൂടി ഇത്തരം സീബ്ര ലൈനിൽ പോകുന്നവരെ കൊല്ലുന്ന പരിപാടി നിർത്തണം. അതിന് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണം. ഒരു ദാക്ഷിണ്യം അവരോട് ചെയ്യരുത്. കാര്യം ഇത് പാവപ്പെട്ട കുട്ടികളെ, അതും അവരുടെ റൈറ്റാണ്. സീബ്ര ലൈനിലൂടെ പോയി സ്കൂളിൽ പോവുക, പഠിക്കുക, തിരിച്ചു വരിക. ഇപ്പൊ സ്കൂളെടുത്ത് റോഡിന്റെ മറ്റേ സൈഡിൽ വെക്കാൻ പറ്റില്ലല്ലോ, റോഡ് ക്രോസ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. അത്തരം സമയത്ത് ഒരു പിഞ്ചു കുഞ്ഞ് വരുന്നത് ഡ്രൈവർ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് പച്ച പകലാണ്, മഴയൊന്നുമില്ല. അപ്പോൾ അവൻ്റെ കാഴ്ചശക്തി വ്യക്തമായിട്ട് കാണാം ഈ കുഞ്ഞ് വരുന്നുണ്ടെന്ന്. അപ്പോൾ അത് പുല്ലുമാതിരി ഇടിച്ചു തെറിപ്പിച്ച് പോവുക എന്ന് തന്നെയാണ് അവൻ്റെ മനസാക്ഷി. അവൻ്റെ മനസ്സിലിരിപ്പ് അതാണ്. അവൻ ഡ്രൈവിങ്ങിന് യോഗ്യനല്ല. അതിനകത്തിരിക്കുന്ന 10-60 യാത്രക്കാരുടെ ജീവനും അവൻ കുരുതി കൊടുക്കും. അപ്പോൾ അത്തരക്കാരുടെ ലൈസൻസ് റദ്ദ് ചെയ്ത് അവന് ജയിലിലടക്കിയാണ് ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് ഞാൻ കാണുന്നത്. വിട്ടുകൂടാ. ഇന്ന് തൊട്ട് തുടങ്ങണം കർശനമായ ശിക്ഷാ നടപടികളും അതിനുള്ള പ്രാരംഭ നടപടികളും നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിനകത്ത്. അതെ, ഇത്തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനു മുൻപ് എത്രയോ തവണ ഇതും ഇതിനപ്പുറവും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നത് ഇന്ന് തൊട്ട് തുടങ്ങണം എന്ന് മാത്രമേ നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയുന്നുള്ളൂ എന്നുള്ളിടത്താണ് അത് എത്രത്തോളം നമ്മളുടെ സംവിധാനങ്ങളൊക്കെ എവിടെയാണ് എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത്. ഞാൻ താങ്കളിലേക്ക്